ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 42 മീറ്ററും അതിൻ്റെ വികർണം 15 മീറ്ററുമാണ്. അതിൻ്റെ വശങ്ങളുടെ നീളം എന്താണ്? ചുറ്റളവ് 42 മീറ്ററും വികർണം 15 മീറ്ററുമാണ്. അതിൻ്റെ വശങ്ങളുടെ നീളം എന്താണ് എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിൽ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 42 മീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 മീറ്റേഴ്സ്. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അപ്പോൾ ഈ ചതുരവുമായി ബന്ധപ്പെട്ട ചോദ്യം സാധാരണ SLC പരീക്ഷകൾക്ക് സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ പെരിമീറ്ററാണ് പ്രധാനമായിട്ടും അതിൽ തന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം മുൻ വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് പെരിമീറ്റർ എന്താണെന്നറിയാം. ഒരു ചതുരത്തിനെ സംബന്ധിച്ച് പെരിമീറ്റർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം വീതിയും കൂടി കൂട്ടിയതിൻ്റെ 2 മടങ്ങാണ്. അതായത് 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ് എപ്പോഴും ഏതൊരു ചതുരത്തിൻ്റെയും ഏതൊരു റെക്റ്റാങ്കിളിൻ്റെയും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി, അതായത് L+B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 42ൻ്റെ പകുതിയായിരിക്കും. 42ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാവും? 21 ആണ്. അപ്പോൾ നീളവും വീതിയും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം? 21. അപ്പോൾ സാറ് തന്നിട്ടുള്ള നോട്ടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് നോട്ടിലേക്ക് പകർത്തി എഴുതുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ ഒരാൾക്ക് നമ്മൾ X എന്ന് കൊടുത്തു, നീളത്തിന് X എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വീതി എത്രയായിരിക്കും? 2 കൂടി കൂട്ടിയാൽ 21 ആണ്. നീളം X ആണെങ്കിൽ വീതി എന്ന് പറഞ്ഞാൽ 21ൽ നിന്ന് ബാക്കിയുള്ള ഭാഗം, അതായത് 21 മൈനസ് X. അപ്പോൾ നീളം X ആണെങ്കിൽ വീതി, നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, X ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന 21 മൈനസ് X എന്ന് കിട്ടുന്നു. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത നിബന്ധന, ഇതിൻ്റെ ഡയഗണൽ 15 മീറ്ററാണ്. ഡയഗണൽ ഇതേപോലുള്ള ചോദ്യം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം. ഈ ചതുരത്തിൻ്റെ വികർണം എത്രയാണ്? വികർണം പറഞ്ഞിരിക്കുന്നത് 15 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വികർണം അപ്പോൾ ഇതേപോലത്തെ ചോദ്യം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം X, നീളം X, വീതി എന്ന് പറയുന്നത് 21 മൈനസ് X. വികർണം അല്ലെങ്കിൽ ഡയഗണൽ എത്രയാണ്? 15. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം നമുക്ക് വ്യക്തമായി കാണാം. മട്ടത്രികോണത്തിൻ്റെ പാദം അല്ലെങ്കിൽ ബേസ് X ആണ്. ഹൈറ്റ് 21 മൈനസ് X ആണ്. ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണമാണ് ഈ വികർണമായിട്ട് വരുന്നത്. ഏതാണ് ആ മട്ടത്രികോണം? വേണമെങ്കിൽ നമുക്ക് പേര് കൊടുത്താൽ ABC എന്ന് പേര് കൊടുത്താൽ ABC ആണ് മട്ടത്രികോണം. നമുക്കറിയാം മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗങ്ങൾ, സ്ക്വയറുകൾ കൂട്ടിയാൽ വലുതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം കിട്ടും. അതായത് Xൻ്റെ സ്ക്വയറും 21 മൈനസ് Xൻ്റെ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായിട്ട് എത്ര കിട്ടും? 15ൻ്റെ സ്ക്വയർ കിട്ടും എന്നാണ് അർത്ഥം. അതായത് X സ്ക്വയർ 21 മൈനസ് Xൻ്റെ സ്ക്വയറിനെ നമുക്ക് A മൈനസ് ബിയുടെ സ്ക്വയർ എന്ന രൂപം വെച്ച് വിപുലീകരിക്കാം അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് വരും? 21ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 21 ഇൻറ്റു X അല്ലേ? A സ്ക്വയർ മൈനസ് 2 ഇൻറ്റു A ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് X സ്ക്വയർ എന്ന രൂപത്തിൽ വരും. സമം വലതുഭാഗത്ത് 15ൻ്റെ വർഗ്ഗം എത്രയാണ്? 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 അല്ലേ? ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. ഇവിടെ X സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 2X സ്ക്വയർ വരും. 2X സ്ക്വയർ
2x², പിന്നെ -2 × 21, 2 × 21 എത്രയാണ്? 42, -42x, പിന്നെ 21ൻ്റെ വർഗ്ഗം കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 441. 441 21ൻ്റെ വർഗ്ഗം. 21ൻ്റെ സ്ക്വയർ സമം 225 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ സമവാക്യം. ഇങ്ങനെയാണ് കിട്ടുക. നമുക്കൊന്നുകൂടി അതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഒന്നുകൂടി നമുക്കതിനെ മാറ്റി ഒന്ന് ചെറുതാക്കി എഴുതി നോക്കാം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇപ്പോൾ 2x² ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? -42x ഉണ്ട്. പിന്നെ +441 ഉണ്ട്. വലത് ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള 15ൻ്റെ വർഗ്ഗമായ 225നെ ഇടത്തോട്ടെടുത്താൽ -225 സമം 0 എന്നാണ് നമുക്ക് കിട്ടുക. -225 സമം 0. 441 നിന്ന് 225 കുറച്ച് നോക്കിയാൽ എത്ര കിട്ടും? 441 - 225. ഇവിടെ 11 നിന്ന് 5 പോയാൽ 6, 3 നിന്ന് 2 പോയാൽ 1, 4 നിന്ന് 2 പോയാൽ, അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 216 കിട്ടുക. നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 2x² -42x +216 സമം 0. ഇതെല്ലാം ഇരട്ടസംഖ്യകളാണ്. എല്ലാം 2ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് നമുക്കൊന്നുകൂടി ഇതിനെ ചെറുതാക്കാം. 2 കൊണ്ട് ഹരിച്ച് ചെറുതാക്കാം. 2 കൊണ്ട് ഹരിച്ച് ചെറുതായി കഴിഞ്ഞാൽ ആദ്യത്തേൽ എന്ത് വരും? x² വരും. രണ്ടാമത്തേൽ -21x വരും. +216ൻ്റെ പകുതി എത്ര കിട്ടും? 108 സമം 0. ഇതാണ് നമ്മുടെ രണ്ടാംകൃതി സമവാക്യമായി വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എയും ബിയും സിയും എഴുതുക. ഇതിൽ നമുക്ക് എയും ബിയും സിയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എ എന്ന് പറഞ്ഞാൽ ആരാണ്? x² കൂടെ വരുന്ന ഗുണകം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ്. ഇവിടെ എ 1. ബി എന്താണ്? എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ്. ബി ഇവിടെ എത്രയാണ്? -21. സി എത്രയാണ്? 108. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എയും ബിയും സിയും എഴുതുക. എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് -21, സി 108. ഇനി നമ്മൾ b² - 4ac കണ്ടുപിടിക്കുന്നു. b² - 4ac കണ്ടുപിടിക്കുക. b² - 4ac. ബി എന്ന് പറയുന്നത് -21. അപ്പോൾ നമുക്ക് എന്താണ് b² എന്ന് കിട്ടുക? -21ൻ്റെ സ്ക്വയർ -4 × എ എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കണം എന്താണ് അവിടെ? സി 108. 4 × 1 × 108 എന്ന് കിട്ടും അല്ലേ? എന്താണ് 21ൻ്റെ സ്ക്വയർ? സാറ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 12ൻ്റെ സ്ക്വയറും 21ൻ്റെ സ്ക്വയറും തമ്മിലുള്ള ഒരു രസകരമായ ബന്ധം. 12ൻ്റെ സ്ക്വയർ 144. അപ്പോൾ 12നെ തിരിച്ചിട്ട സംഖ്യയാണ് 21. 21ൻ്റെ സ്ക്വയർ 144 തിരിച്ചിട്ടാൽ മതി. അതായത് 441 മൈനസ് ഇവിടെ 4 × 1 × 108 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 400. ഒന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 432 ആക്കി നമുക്ക് നോക്കാം. 108 × 4, 4 8 32ന് 2, ബാക്കി 3, 4 0 0, 3 0 3, 4 1 4. അപ്പോൾ എത്ര കിട്ടും? 432 കിട്ടുക. 432. 441 നിന്ന് 432 കുറച്ചപ്പോൾ നമുക്കറിയാം എത്രയാണ് കിട്ടുക? 41 നിന്ന് 32 കുറച്ചാൽ 9. അപ്പോൾ b² - 4ac 9 കിട്ടി. ഇനി നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എക്സിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം? എന്താണ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത്?
മൈനസ് ബി പ്ലസ് അല്ലെങ്കിൽ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ബി എന്ന് പറയുന്നത് -21 ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ചിഹ്നം മാറ്റുന്നതായിരിക്കും. എത്രയായിരിക്കും? 21 ആയിരിക്കും വരിക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? മൈനസ് ബി എന്ന് പറഞ്ഞാൽ 21 ആണ്. പ്ലസ് അല്ലെങ്കിൽ മൈനസ് റൂട്ട് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 9 ബൈ 2a. എ 1 ആണ്. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ ആരാണ്? 2 × 1 2 ആണ്. അപ്പോൾ നമുക്കിടുന്ന ഉത്തരം 21 പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്താണ്? റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ഹരിക്കണം 2 എന്നാണ് കിട്ടുക. എക്സിൻ്റെ വില 21 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 3 ബൈ 2 അല്ലേ? അപ്പോൾ 2 ഉത്തരങ്ങൾ കിട്ടും. പ്ലസ് എടുക്കുമ്പോൾ എക്സിന് ഒരു വില കിട്ടും. ഏതാണ് ആ വില? എക്സ് സമം 21 പ്ലസ് 3 ബൈ 2. 21 3 കൂട്ടിയാൽ 24 ബൈ 2 12. ഇനി മൈനസ് എടുക്കുമ്പോൾ 21 മൈനസ് 3 ബൈ 2. 21 നിന്ന് 3 പോയ എത്രയാണ്? 18. 18 ബൈ 2 എത്ര ഉത്തരം കിട്ടും? 9 ആണ് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ നമ്മുടെ 2 വിലകൾ കിട്ടി, 12ഉം 9ഉം. അപ്പോൾ നീളം നമ്മൾ 12 എടുത്താൽ വീതി 9 കിട്ടും. അതായത് എൽ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ ബി എന്താ? 21 മൈനസ് 12. 21 മൈനസ് എക്സ് അല്ലേ? എത്രയാണ്? 9. തിരിച്ചും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വശങ്ങൾ എന്ന് പറയുന്നത് 12ഉം 9ഉമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് 300 കിട്ടുക എന്നാണ്. 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് 300 കിട്ടുക? ഇംഗ്ലീഷിൽ ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300 എന്നാണ്. 1-ൽ തുടങ്ങി എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 300 കിട്ടുക? നമുക്കറിയാം 1 മുതൽ തുടർച്ചയായ n സംഖ്യകളുടെ തുക, സം ഓഫ് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം n 1 to n, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 ഇങ്ങനെ കൂട്ടി n വരെയുള്ള സമ്മ് കണ്ടുപിടിക്കാനൊരു ഫോർമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് n × n + 1/2 എന്ന n × n + 1/2. ഇതാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 300. നോക്കട്ടെ, അത് തന്നെയാണ് നമുക്ക് തോന്നുന്നു അല്ലേ? 300 കിട്ടണം. 300 കിട്ടുന്ന രീതിയിൽ എന്നിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2നെ നമ്മൾ വലതുഭാഗത്തേക്ക് എടുക്കുന്നു. എന്നിനെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ n × n എന്താകും? n² ആവും. പ്ലസ് n × 1. n × 1 എന്താ? n ആകും. ഈ 2 വലത്തോട്ട് പോയാൽ എന്താ കിട്ടുക? 2 ഗുണിക്കണം 300 ആകും അല്ലേ? അപ്പോൾ നമ്മുടെ സമവാക്യം എന്താണ് കിട്ടുക? n² പ്ലസ് n സമം 600. n² പ്ലസ് n = 600. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? n² പ്ലസ് n മൈനസ് 600 = 0. ഇപ്പോൾ ഇതൊരു രണ്ടാകൃതി സമവാക്യമാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ABC എഴുതുക. നമുക്കറിയാം x² കോഎഫിഷ്യൻ്റ്, ഇവിടെ n² കോഎഫിഷ്യൻ്റാണ് ഈ A1, എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ് B, ബിയും 1 തന്നെയാണ്. C എന്ന് പറയുന്നത് n ഇല്ലാത്ത, അതായത് കോൺസ്റ്റൻറ്റ് ടേം എത്രയാണ്? 600 ആണ്. ABC നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? B² മൈനസ് 4ac കണ്ടുപിടിക്കുന്നു. B² മൈനസ് 4ac. B² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ. 4ac എന്ന് പറഞ്ഞാൽ 4 × 1 × -600 ആണ് കിട്ടുക. നമ്മൾ ചെയ്യുന്ന B² മൈനസ് 4ac കണ്ടുപിടിക്കുന്നു. B² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ, 1² മൈനസ് 4 × a എത്രയാ? 1
ഇൻറ്റു മൈനസ് സി മൈനസ് 600 നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ അടുത്ത ഭാഗത്തേക്ക് പോകാൻ നമുക്ക് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. പിന്നെ ഇവിടെ 2 മൈനസുകൾ 600ൻ്റെ മൈനസും ഇവിടെ ഇടയിലുള്ള മൈനസും കൂടി ചേർന്ന് പ്ലസ് ആകും. അപ്പോൾ എന്താ കിട്ടുക? 1 + 4 ഇൻറ്റു 1 ഇൻറ്റു 600. നമുക്കറിയാം 4 4 അല്ലേ? അപ്പോൾ 1 + 4 6 24 എത്ര കിട്ടും? 2400. 2400ഉം ഒന്നുകൂടി കൂട്ടിയാൽ 2401 നമ്മുടെ B² - 4AC. നമ്മൾ സമവാക്യം എഴുതുമ്പോൾ അതിൽ ആര് വരുന്നുണ്ട്? B² - 4AC വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. ഇത് കുറച്ച് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ വർഗ്ഗമൂലം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വിദ്യ സാറ് ഈ പാഠങ്ങളുടെ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ചില സംഖ്യകളുടെ വർഗ്ഗമൂലങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക, അതായത് 4 അക്ക സംഖ്യകളുടെ സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പവിദ്യ പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് നമുക്കിവിടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. 2401ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 2401നെ നമ്മൾ 2 ഭാഗങ്ങളാക്കി മാറ്റുക. അതിനുശേഷം നമുക്കറിയാവുന്ന 9 വരെയുള്ള പൂർണ്ണവർഗ സംഖ്യകളൊന്ന് ഓർക്കുക. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 9, 4 16, 5 25. അപ്പോൾ 4 16, 4ൻ്റെ വർഗ്ഗം 16, 5ൻ്റെ വർഗ്ഗം 25 ആവും. 24 വലുതാണ്. അപ്പോൾ 4ൻ്റെ വർഗ്ഗമാണ് ഇതിൻ്റെ ചെറിയ സംഖ്യ. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലത്തിൻ്റെ ആദ്യ സംഖ്യ എത്രയായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത് 1 അല്ലെങ്കിൽ 9. ഒറ്റയുടെ സ്ഥാനത്ത് 1 9 വരുമ്പോഴാണ് അതിൻ്റെ വർഗ്ഗം എന്തായി മാറുന്നത്? വർഗ്ഗത്തിൻ്റെ അവസാനം എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത് കേട്ടോ. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9 വരുമ്പോഴാണ് വർഗ്ഗത്തിൻ്റെ അവസാനം 1. ഇതിലാരാണ് നമുക്ക് തിരിച്ചറിയണം. അതായത് ഒന്നുകിൽ 41 ആവും ഇതിൻ്റെ വർഗ്ഗമൂലം, അല്ലെങ്കിൽ 49 ആവും. ഇതിൽ ആരാണ് വരുന്നത് എന്ന് തിരിച്ചറിയണം. 41 ആണോ 49 ആണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പവിധി എന്താണ് സാർ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇതിൻ്റെ ഇടയിലുള്ള 45ൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. 45ൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കാൻ എളുപ്പവിധി എന്താ? ഇത്രയേ ഉള്ളൂ. അതിൽ ആദ്യ സംഖ്യ എന്താ? 4 അല്ലേ? 45ലെ ആദ്യത്തെ സംഖ്യ 4 അല്ലേ? 4ൻ്റെ കൂടെ അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഗുണിക്കുക. എത്രയാണ്? 4 5 20 അല്ലേ? 20. എന്നിട്ട് അവസാനം 25 ചേർക്കുക. അപ്പോൾ 45ൻ്റെ വർഗ്ഗം എന്താണ്? 20 25 കേട്ടോ. അപ്പോൾ 45ൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 45ലെ ആദ്യ സംഖ്യ 4 എടുക്കുക. 4ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യ 5 ഗുണിക്കുക. എത്രയാണ്? 4 5 20. എന്നിട്ട് അവസാനം 25 ചേർത്താൽ മതി. അതായത് 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണുമ്പോൾ അവസാനം 25 ആയിരിക്കും വരിക. അങ്ങനെ 20 25. ഈ 20 25 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന 2401 ചെറുതാണ് അല്ലേ? അപ്പോൾ 2401 വലുത് വരുന്നതുകൊണ്ട് 45 വലിയ സംഖ്യയായിരിക്കണം റൂട്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 49 ഇവിടെ റൂട്ട് വരിക. ആരുടെ റൂട്ട്? 2401ൻ്റെ റൂട്ട് ആരായിരിക്കും വരിക? 41 അല്ല 49 വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2401 എന്ന് പറയുന്നത് 49 കിട്ടുന്നു. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? സൂത്രവാക്യം അനുസരിച്ച് -b എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? -b എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും സിയും ബി 1 തന്നെയാണ്. A 1 B 1. -b എന്ന് പറഞ്ഞാൽ -1. നമുക്ക് ആദ്യം സൂത്രവാക്യം എഴുതാം. -b പ്ലസ് അല്ലെങ്കിൽ മൈനസ് റൂട്ട് B² - 4AC ബൈ 2a. -b എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് B² - 4AC കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് റൂട്ട് 2401 ഹരിക്കണം 2a. a 1 തന്നെയാണ്. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? റൂട്ട് 49 കിട്ടിയത് അല്ലേ? -1 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 49/2 നമ്മുടെ ഉത്തരം. -1 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 49/2.
ഇവിടെ നമുക്ക് എക്സ് അല്ല, ഇവിടെ എൻ ആണ് ശരിക്കും. കാരണം എക്സിനും എന്നുള്ള വിലയല്ല ഇവിടെ, നമ്മൾ എൻ ആണ് ഇവിടെ നമ്മുടെ സമവാക്യത്തിൽ വരുന്നത്. എണ്ണമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനസംഖ്യാ വില നമ്മൾ എടുക്കുന്നില്ല. പകരം -1 + 49 മാത്രം എടുത്താൽ മതി. എണ്ണമായതുകൊണ്ട് ഹരിക്കണം 2. -1ഉം 49 കൂട്ടിയാൽ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 49ൽ നിന്ന് 1 പോയാൽ 48. 48 ഹരിക്കണം 2 എത്രയാ? 24 നമ്മുടെ ഉത്തരം. അതായത് 24 പദങ്ങളുടെ തുകയാണ് 300 വരിക എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗീവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ? വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗീവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ? മലയാളത്തിൽ ഏതു സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാലാണ് സംഖ്യയുടെ വർഗം കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സംഖ്യയ്ക്ക് എക്സ് ഒന്ന് കൊടുക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന അനുസരിച്ച് ഒരു സംഖ്യയുടെ കൂടെ എക്സ് ആണ് സംഖ്യ എന്ന് വിചാരിക്കുക. 1 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ തന്നെ വർഗം, അതായത് സ്ക്വയർ കിട്ടി. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്: x+1 = x². ഇനി എല്ലാവരെയും വലതുഭാഗത്തേക്കെടുത്ത് ഇടതുഭാഗത്ത് 0 മാത്രമായിട്ട് നിർത്തിയാൽ നമ്മുടെ സമവാക്യം എന്തായിട്ട് മാറും? x² വലതുഭാഗത്തുണ്ട്. എക്സ് വലത്തോട്ടെടുത്താൽ x² - x -1 എന്ന് കിട്ടും. അതായത് നമ്മുടെ സമവാക്യം, രണ്ടാംകൃതി സമവാക്യം x² - x -1 0 എന്നർത്ഥം. ഇനി നമുക്ക് ABC എഴുതാം. A എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, അറിയാമല്ലോ, ഇവിടെ 1 ആണ്. ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് B എന്താണ്? -1 ആണ്. സിയും -1 ആണ്. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? B² - 4AC കണ്ടുപിടിക്കാം. B² - 4AC. ബി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1ൻ്റെ സ്ക്വയർ -4 × A 1 ആണ്. സി -1 ആണ്. നമുക്കറിയാം -1ൻ്റെ സ്ക്വയർ 1 വരും. പിന്നെ ഈ ഇടയിലുള്ള നടുവിലുള്ള മൈനസും -1ൻ്റെ മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും. 4 × 1 4 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? 4 × 1 5 ആണ് നമ്മുടെ B² - 4AC വില. ഇനി നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാം. ഫോമുല ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ -b പ്ലസ് അല്ലെങ്കിൽ മൈനസ് റൂട്ട് B² - 4AC ബൈ 2a അല്ലേ? വിലകൾ കൊടുക്കാം നമുക്കവിടെ. എന്താണ് -b എന്ന് പറഞ്ഞാൽ? b എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -b എന്ന് പറഞ്ഞാൽ എന്താ? ചിഹ്നം മാറ്റി കൊടുക്കുക, 1 ആണ് വരിക കേട്ടോ. b എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ -b എന്താ? -1ൻ്റെ ചിഹ്നം മാറ്റ് 1 പ്ലസ് അല്ലെങ്കിൽ മൈനസ്. റൂട്ട് B² - 4AC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. √5 ബൈ 2. ഇതാണ് നമ്മുടെ ഉത്തരം. ഇവിടെ നമുക്ക് കൂടുതൽ ചെറുതാക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഉത്തരങ്ങൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മുടെ ഉത്തരങ്ങൾ? എക്സിൻ്റെ 2 വിലകൾ, അതിലൊരു വില 1 പ്ലസ് √5 ബൈ 2 ആണ് ഒരു വില. രണ്ടാമൻ 1 മൈനസ് √5 ബൈ 2. ഇവയാണ് നമ്മുടെ ഉത്തരങ്ങൾ. ഈ 2 സംഖ്യകളുടെ കൂടെ 1 കൂട്ടിയാൽ അവയുടെ തന്നെ സ്ക്വയറാണ് കിട്ടുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ.